യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം വലിയ ആശ്വാസത്തിൻ്റെ ഒരവസ്ഥയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ, ദുഃഖവും വേദനയും നിരാശയും സങ്കടം വരുമ്പോൾ ഈ വചനം അങ്ങ് വായിച്ചാൽ മതി, എല്ലാം പമ്പ കടക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 16-17 വാക്യങ്ങളാണ് അരുളി ചെയ്യുന്നത്. ആ വചനപ്രകാരമാണ് കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാചനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്, നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുളി ചെയ്യുന്നു. അവർക്ക് പ്രിയമുള്ളേ, ഈ ഒരു വചനം ഒന്ന് 2 തവണ വായിച്ചാൽ മതി, ഭയങ്കര പ്രതീക്ഷ വരും. ദുഃഖമൊക്കെ മാറും. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം പറയാ, അതെല്ലാം മാറ്റപ്പെടും. വലിയ സന്തോഷത്തിൻ്റെ ഒരു ഭാവി എനിക്ക് വേണ്ടി കർത്താവ് കാത്തുവയ്ക്കുന്നു. ആ വചനം നമുക്ക് ഒന്നോടെ വായിക്കാം. വചനപ്രകാരമാണ് ജെറമ്യാ 31:16-17. ശ്രദ്ധിച്ചോളണം കേട്ടോ. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക. കരച്ചിൽ നിർത്ത്, കണ്ണുനീർ തുടയ്ക്കുക. എന്നിട്ടെന്താണ് പറയുന്നത്? നിന്റെ യാചനകൾക്ക് പ്രതിഫലം ലഭിക്കും. നീ അനുഭവിച്ച ഇന്നലത്തെ ദുഃഖവും വേദനയും എല്ലാം മാറ്റി സന്തോഷമായി മാറ്റും. എന്നിട്ട് പറയുന്നു, ശത്രുക്കളുടെ ദേശത്ത് നിന്നും, അതായത് നിന്നെ തകർക്കുവാനും നിന്നെ ഇല്ലായ്മ ചെയ്യാനും എല്ലാ തരത്തിലും നിന്നെ ഉപദ്രവിക്കുന്ന മക്കളിൽ നിന്നും ദേശത്തു നിന്നും എന്തു ചെയ്യും? കർത്താവ് നിനക്ക് സന്തോഷത്തിൻ്റെ അവസ്ഥ വരുവാൻ തിരികെ കൊണ്ടുവരും. എന്നിട്ടെന്താണ് പറയുന്നത്? എല്ലാ തരത്തിലും എൻ്റെ ഭാവി പ്രത്യാശ ഫലിതമാണ്. 100 വർഷത്തിലേറെയായി അടിമത്തത്തിലായിരുന്ന ആ പ്രവാസ ജീവിതത്തിൽ അന്ന് മാറ്റി കർത്താവ് നിന്നെ സന്തോഷത്തെ കൊണ്ടുവരിക. പ്രതീക്ഷയുടെ ഒരു വഴി കർത്താവ് ഒരുക്കുക. കർത്താവ് കണ്ണുനീർ തുടയ്ക്കുന്നു. ആശ്വാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിൻ്റെ ആ പഴയ ദേശത്തേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ വാക്യം അവർക്ക് ഒരു ഭാവിയുണ്ടെന്നും അവരുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്നും വാഗ്ദാനം ചെയ്യുകയാണ്. ഓർക്ക പ്രിയമുള്ളവരെ, നാശത്തെ മാറ്റിമറിക്കുന്നതിനും നിരാശയെ പ്രത്യാശ നിറഞ്ഞ ഭാവിയിലേക്ക് മാറ്റുന്നതിനുള്ള ദൈവകൃപയുടെ ഒരു പ്രവൃത്തിയാണ്. ഓർക്ക പ്രിയമുള്ള ഈ പ്രവൃത്തി എന്ന് പറയുന്നത് നാശത്തെ മാറ്റിമറിക്കുന്നതിനും നിരാശയെ പ്രത്യാശ നിറഞ്ഞ ഭാവിയിലേക്ക് മാറ്റുന്നതിനുമുള്ള ദൈവകൃപയുടെ ഒരു പ്രവൃത്തിയാണ് ഈ തിരിച്ചു കൊണ്ടുവരിക എന്നത്. ഓർക്കുക, മരണത്തിലോ നഷ്ടപ്പെട്ട കുട്ടികൾക്കായി കരയുന്ന അമ്മമാരെ റാഹേൽ പ്രതിനിധീകരിക്കുന്നു. അതായത് ഈ 100 വർഷം കൊണ്ടും മരിച്ചു പോയ കുട്ടികളുടെയും മറ്റെല്ലാവരുടെയും അമ്മയായി റാഹേലിനെ കാണുന്നു. എന്നിട്ട് പറയുക, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം അവസാനമല്ല എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമായി ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുക ആണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും മരണത്തേക്കാൾ ശക്തമാണ് ദൈവം തരുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ സ്നേഹം തൻ്റെ ജനത്തിന് പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കുന്നുവെന്നും അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ്. സ്വാഭാവികമായിട്ടും അഗാധമായ ദുഃഖത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും മുഖത്ത് ദൈവിക പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെ ആഴമേറിയ വ്യാഖ്യാനമാണ് ഈ വചനം. പ്രിയമുള്ളവരെ, എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖം അവസാനമല്ല, നമ്മുടെ പ്രയാസങ്ങൾ എന്നും ഉള്ളതല്ല, മറിച്ച് അതിന് വിരാമമുണ്ട്. നിൻ്റെ എല്ലാ കണ്ണുനീറും വേദനകളും തുടയ്ക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. പ്രതീക്ഷ മരണമെത്രമാത്രം ശക്തമാണ്, അതിനേക്കാൾ ഒന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം, വിശ്വസ. എങ്കിൽ ഈ വിശ്വസത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖവും വേദനയ്ക്കെല്ലാം ഒരു വിരാമമുണ്ട്
എന്ന ചിന്തയോടുകൂടി നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിക്കാം. ഇത് വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. അച്ഛന് അൾത്താരയിൽ സമർപ്പിക്കാം. മറക്കരുത്, എല്ലാത്തിനും അപ്പുറം പ്രതീക്ഷയുണ്ട്. ഏറ്റവും ശക്തമോ ഒന്നാണ് ദൈവം തരുന്ന പ്രതീക്ഷ. ഈ പ്രതീക്ഷയിൽ ആശ്രയം വെച്ചുകൊണ്ട് ശക്തമായി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറ്റുമെങ്കിൽ പ്രിയമുള്ളവർ, ഈ വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം നിങ്ങൾക്ക് തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.